വിയറ്റ്നാമിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ എന്ത് കൊണ്ടുവന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു മറുപടിയാണ് ഈ കാണുന്നത്. അതായത് ചീമച്ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചക്കപ്പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ആ ഒരു ചീമച്ചക്ക വെച്ചിട്ടാണ് ഞാനിന്ന് ഈ ഒരു നാടൻ സ്റ്റൈലിലുള്ള ഇറച്ചിക്കറി സ്റ്റൈലിലുള്ള ഒരു ചീമച്ചക്ക കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രുചികരമായിട്ടുള്ള ചീമച്ചക്ക കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നല്ല നാടൻ രീതിയിലുള്ള ചീമച്ചക്ക കറി ഉണ്ടാക്കാനായിട്ട് ഇതുപോലക്ക് ഞാൻ കുറച്ച് ചീമച്ചക്ക ഇതുപോലക്ക് നുറുക്കി ഇതുപോലക്ക് ക്യൂബ്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. പിന്നെ ഇതിന് വേണ്ടത് നമുക്ക് കുറച്ച് സവാള, അതായത് ഒരു 4 സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക്, എരിവനുസരിച്ചിട്ടുള്ള പച്ചമുളക് നിങ്ങളെടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ തേങ്ങാക്കൊത്ത്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കറികളിൽ ഞാൻ തേങ്ങാക്കൊത്ത് ഇടും, അതുകൊണ്ട് ഞാൻ എത്ര എടുത്തന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയുടെ ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടൊമാറ്റോ അരിഞ്ഞതുകൂടെയാണ്, അതുകൂടെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചീമച്ചക്ക കറി ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു മൺചട്ടിയിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ നല്ല ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്, നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ കടുക് വറുത്ത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തത് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അതായത് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഉള്ളിയൊക്കെ ഇതുപോലൊന്ന് വാടി വരുന്നുണ്ട്. നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീമച്ചക്ക ഉണ്ടല്ലോ, അത് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനത് വെള്ളത്തിൽ ഇട്ടത് ഇതിനകത്ത് ഒരുപാട് കറയുണ്ട്, അതുകൊണ്ടാണ് അരിഞ്ഞിട്ട് ഉടനെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത്. ഇതിനോട് ഈ ഒരു ചീമച്ചക്ക വേഗം വേവുന്നതാണ്. ഞാൻ ഇത്രയല്ലായിരുന്നു ചീമച്ചക്ക, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തോരനും മെഴുക്കുവരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചില ചീമച്ചക്കയ്ക്ക് ഭയങ്കര വേഗമായിരിക്കും, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാനും. കുക്കിംഗ് ടൈം ചിലപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരും. ഇങ്ങനെ എല്ലാം ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചൊന്ന് വേവിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കോട്ട് നമുക്ക് കുറച്ചൊന്ന് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആദ്യം തന്നെ ഞാൻ 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പെപ്പർ പൗഡറാണ്. ഇതിന് നല്ലൊരു ടേസ്റ്റാണ് ഈ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂണ് ചേർക്കുന്നുണ്ട്. അടുത്താണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ മസാലയോട് ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒരു 2 സ്പൂൺ വരെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കാം. ഇട്ട് കൊടുത്ത പൊടിയൊക്കെ ഇതുപോലൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചു. നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്, നല്ല രുചിയുമാണ്. നമുക്ക് ഞാനിതിനോടകം തേങ്ങ വറുത്തരച്ചും ഇതുപോലെ കറി വെച്ചിട്ടുണ്ട്, അതും ടേസ്റ്റാണ്. ഇത് പക്ഷേ ഇച്ചിരി കൂടെ നമുക്ക് എളുപ്പമാണല്ലോ, തേങ്ങ തിരുമാനും വറക്കാനും പൊടിക്കാനും ഒന്നും പോകണ്ട. ഇങ്ങനെ വെച്ചാൽ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ നല്ല ടേസ്റ്റിൽ, എസ്പെഷ്യലി നമ്മൾ ആ ചിക്കൻ മസാലയോട് ഇട്ടപ്പോഴത്തേന് നല്ല ചിക്കൻ കറിയുടെ രുചിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത്തിരിയും കൂടെ രുചിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊച്ചുള്ളിയോട് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ വേഗത്തിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സവാള ഇട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് ചോറും ഈ ഒരു കറിയും കുറച്ച് മോര് കറിയും നല്ല സൂപ്പറാണ്, വേറെ ഒന്നും വേണ്ട, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ടെന്ന്. ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാമിൽ പോയപ്പം അവിടെ നിറയെ ഇതുപോലൊക്കെ ചീമപ്ലാവ് നിൽക്കുന്നു. ചീമപ്ലാവ് നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ ഓരോരുത്തടുത്ത് കാണുമ്പോഴും ഞാനിങ്ങനെ പറയുന്നുണ്ട്, അയ്യോ ചീമപ്ലാവ് 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 എന്ന് പറയുന്നുണ്ട്. നമ്മൾ വിയറ്റ്നാമിൽ പോയപ്പം ഗ്രൂപ്പ് ടൂറായിട്ടല്ല നമ്മൾ പോയത്, നമുക്ക് വേണ്ടിയിട്ട് ഒരു സിംഗിളായിട്ടുള്ള ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളിടത്ത് നിർത്തുകയും അതുപോലെ തന്നെ ഇഷ്ടമുള്ള സമയത്ത് പോവുകയും വരികയൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ ആ പുള്ളിയുടെ പേര് ഹെൻറി എന്നാണ്. അപ്പോൾ ഹെൻറി ഇത് ഞാൻ ഈ പറയുന്നത് കേട്ടോണ്ട് എന്താന്നുള്ളത് പുള്ളിക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല, എന്നാലും ട്രാൻസ്ലേറ്റ് ചെയ്ത് ചോദിച്ചു, ഇതെന്താ സംഭവം, എന്തുവാ മാഡം ഇങ്ങനെ പറയുന്നത്, മാഡം എന്തോ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അന്നേരമാണ് ഹസ്ബൻഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തു. ഇതുപോലക്ക് നമ്മൾ ഈ ചീമച്ചക്ക എന്ന് പറഞ്ഞ സംഭവം നമ്മളവിടെ കറി വെക്കാൻ ഉപയോഗിക്കുന്നതാണെന്നൊക്കെ. അന്നേരം അയാൾക്ക് ഭയങ്കര അത്ഭുതം. അവർക്ക് ഈ ഒരു ചീമപ്ലാവ് അവർ തണലിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ കറി അവിടെ ആരും വെച്ചിട്ടുമില്ല, അവർ കഴിച്ചിട്ടുമില്ലെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഏതായാലും ഇരുന്ന് ലാസ്റ്റ് ദിവസം ഈ പുള്ളി ഒരു 4 ചീമച്ചക്ക എവിടുന്നോ വാങ്ങിച്ചുകൊണ്ടാന്ന് തോന്നുന്നു വന്നത്, ഞങ്ങൾക്ക് കൊണ്ട് തന്നു. അതാണ് ഞാൻ ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ഹെൻറിക്ക് ഒരുപാട് താങ്ക്സ്. എന്നാലും നമുക്ക് ഭാഷയൊന്നും അറിയത്തില്ലെങ്കിൽ തന്നെ നമ്മളോട് ഈ പറഞ്ഞ പോലെ അയാളുടെ ഒരു സ്നേഹം കാണിച്ചതാണ്. നമുക്കത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം അയാൾ ഇവിടുന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നു. അത് പുള്ളിയുടെ ഒരു എന്താ പറയുക, ഭയങ്കര ഇന്നസെൻ്റ് ആൾക്കാരാണ് കേട്ടോ അവിടുത്തെ, ഭയങ്കര സ്നേഹമാണ് ഈ പറഞ്ഞ പോലെ. എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, പുള്ളിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് കറി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഹെൻറി ഓർമ്മ വന്നു. അപ്പോൾ നമ്മുടെ വിയറ്റ്നാം ചീമച്ചക്ക വെച്ചിട്ടുണ്ടാക്കിയ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയുടെ ടേസ്റ്റുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.